ബജറ്റ് അവതരിപ്പിച്ച് വീരപരിവേഷം കിട്ടിയ വ്യക്തിത്വമാണ് മാണി സാറിൻ്റേത്. പണ്ടൊരിക്കൽ തോമസ് ഐസക്കാണത്രേ ബജറ്റിൽ കവിത കുത്തിത്തിരുകി ആളെ പറ്റിക്കുന്ന ഏർപ്പാട് തുടങ്ങിയത്. ഓരോ ബജറ്റിലും ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് മാണി സാറും കവിത ഉൾപ്പെടുത്തുന്നത് പതിവാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ശരിയാക്കാൻ ഉപയോഗിച്ച കവിവാക്യങ്ങൾ ഇവയാണ്. സർ, നിങ്ങളുടെ കരങ്ങൾ ഒന്നായിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നായിരിക്കട്ടെ, നിങ്ങളുടെ മനസ്സുകൾ ഒന്നായിരിക്കട്ടെ. അങ്ങനെ ഒരുമയോടെ പ്രവർത്തിച്ച് മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ. കേരള വികസനത്തെ പറ്റി മലയാളത്തിന്റെ പ്രിയ കവി ഇടശ്ശേരിയുടെ മഹത്തായ ചിന്തകൾ അനുസ്മരിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ഇപ്പൊ ശരിയായി. സർ, വീരത ഇനിമേൽ സൃഷ്ടിക്കത്രേ, വീരത ഇനിമേൽ സൃഷ്ടിക്കത്രേ, കൊത്തിമുറുക്കാനല്ല. വികൃത ഭാരത ഭൂമിയിലൊരു അനുബന്ധം മഴുവാൻ അല്ലിവിടെ മെനഞ്ഞിടുന്നു. കേരളമേ വികസിക്കൂ, നീ പുതുതായൊരു ജീവിത മാധ്യമത്തെ പാരിന് നൽകാൻ. ഓഹോ, ഇതാണോ കാര്യം? അയ്യോ, അല്ല ഒന്നുമില്ല. ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അഴിക്കണം. ഇക്കൊല്ലം മഹാഭാരതത്തെയും വിതുരരെയും ആശ്രയിച്ചു കളഞ്ഞു. മഹാഭാരതത്തിൽ വിതുരർ പറയുന്നു, ചക്ഷുഷ മനസ്സ വാച കർമ്മണാച്ച ചതുർവിധം പ്രസാദയതീയോ ലോകം തം ലോകോ അനുപ്രസീദത. കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ജനങ്ങളെ സന്തുഷ്ടരാക്കുന്നവരെ ജനങ്ങളും സന്തുഷ്ടരാക്കുന്നു. UDFന്റെ കണ്ണും മനസ്സും വാക്കും കർമ്മങ്ങളും എന്നും ജനങ്ങൾക്കൊപ്പമാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്റെ കഴിഞ്ഞ 3 ബഡ്ജറ്റുകളും ഈ വസ്തുതയാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ജനങ്ങൾ സന്തുഷ്ടരാണ്, UDFും സന്തുഷ്ടമാണ്. ഈ സന്തുഷ്ടി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ഭയങ്കരം തന്നെ. ഈ ബജറ്റും കൊണ്ട് ജനത്തിനടുത്തേക്ക് പോയാൽ മതി, വോട്ട് തരാൻ ആളുകൾ തയ്യാറായി നിൽക്കുകയാകും. തർക്കങ്ങൾ പുരോഗമിക്കുന്നത് ഇതാ ഈ മട്ടിലാണ്. ബഡ്ജറ്റിൽ ഗംഭീര നികുതി ഇളവ്. കഴിഞ്ഞ സർക്കാർ പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അമിത നികുതികൾ റദ്ദാക്കിക്കൊണ്ടതാണ് പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ്. വിപ്ലവാത്മകമായ നികുതി ഇളവുകളാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉള്ളിയുടെ വില കുതിച്ചുയർന്നു. കൊച്ചി ആഗസ്റ്റ് 17, 3 മാസം മുൻപ് വരെ 40 കിലോ അടങ്ങുന്ന ഒരു ചാക്ക് വലിയ ഉള്ളിക്ക് 70 രൂപയായിരുന്നത് പുതിയ സർക്കാർ വന്നതിന് ശേഷം 8 ഇരട്ടിയായി വർദ്ധിച്ച് 540 രൂപയായിരിക്കുന്നു. പാവങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ളിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളായ വെണ്ണ, ചീസ്, ചീപ്പ്, കത്രിക തുടങ്ങിയവയുടെയും വില കുറഞ്ഞു. പൗഡർ, സുഗന്ധദ്രവ്യങ്ങൾ, തുണി തിന്നാൻ ഉപയോഗിക്കുന്ന സൂചി തുടങ്ങിയവയുടെയും വില കുറച്ചു. ഇനി ജനങ്ങൾക്ക് രാവിലെ ഉച്ചക്കും രാത്രിയിൽ ഇഷ്ടം പോലെ സൂചി വാങ്ങി തിന്നാലോ. ഇത് കണ്ടോ, ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കാണ്. പോലീസ് നിർവീര്യമായി നിൽക്കുക. പഴയ സർക്കാർ തന്നെയാണ് അധികാരത്തിലിരിക്കുന്നതെന്ന് കരുതിയാണ് പോലീസിന് യാതൊരു ജാഗ്രതയും ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി. എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. ഇനിയിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പായത് കാരണം മറ്റു പലതും പറഞ്ഞ് രക്ഷപ്പെടാം. മൻമോഹൻ സർക്കാരിൻ്റെതുപോലുള്ള നയവും പരിപാടികളും താൻ നടപ്പാക്കിയില്ലല്ലോ എന്ന് മാണി സാർ ചോദിക്കും. ഇടതുപക്ഷത്തോട് അടുത്തു നിൽക്കുന്നില്ലേ എന്ന് സഖാക്കളോടും ചോദിക്കും. തൽക്കാലത്തേക്ക് കണ്ണിൽ പൊടിയിടാൻ രാഹുലിനെ പോലെ ചില നാടകങ്ങൾ എന്തായാലും മറുപടി പ്രസംഗത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ഗാനം. Now I'd like to speak a little bit in Hindi. Congress party